എല്ലാവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ഇതിലും സന്തോഷകരമാകട്ടെ, സാക്ഷ്യകരമാകട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും ഭൂമിയെവരെയും നയിക്കുമാറാകട്ടെ. ഉപവാസം, അതാണല്ലോ നമ്മുടെ ഇപ്പോഴത്തെ വിഷയം. ഉപവാസത്തിന്റെ ശാസ്ത്രത്തെയും ഉപവാസത്തിന്റെ പുറകിലുള്ള നാച്ചുറൽ ഹൈജീന്റെ വീക്ഷണത്തെയും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ സംസാരിച്ചു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ ഒരു ചരിത്രപരമായ ഒരു പശ്ചാത്തലത്തെ കുറിച്ചാണ്. അതിനെക്കുറിച്ച് പറയുന്നത് ഇവിടെ എങ്ങനെയാണ്: ഹിസ്റ്റോറിക്കലി ഫാസ്റ്റിംഗ് ബിൽറ്റ് ഡിസിപ്ലിൻ ആൻഡ് ഹെൽത്ത്, നൗ ലോസ്റ്റ് ടു അബൻഡൻസ്. ഉപവാസത്തിന്റെ ചരിത്രപരവും സാമൂഹികവുമായ പശ്ചാത്തലം. പുരാതന നാഗരികതകൾ മുതൽക്കേ നിലനിൽക്കുന്ന ഒരു സാർവത്രിക ശീലമാണ് ഉപവാസം. രോഗസമയത്ത് ഉപവസിക്കാൻ ഗ്രീക്ക് വൈദ്യന്മാർ നിർദ്ദേശിച്ചിരുന്നു. പനിയുടെ സമയത്ത് വിശപ്പില്ലാതാകുന്നത് ശരീരത്തിന്റെ സ്വാഭാവിക പ്രതിരോധ മാർഗമായാണ് ആദ്യകാല വൈദ്യശാസ്ത്രം കണ്ടിരുന്നത്. ഹിന്ദു, ബുദ്ധ, ക്രിസ്ത്യൻ, ഇസ്ലാം മതങ്ങൾ ഉൾപ്പെടെയുള്ള പ്രമുഖ ആത്മീയ സംസ്കാരങ്ങളിൽ അച്ചടക്കം, മനഃശുദ്ധി, ശുദ്ധീകരണം എന്നിവയ്ക്കായുള്ള ഉപവാസത്തെ വിലമതിച്ചിരുന്നു. മതത്തിനപ്പുറം അമിതമായ ഭക്ഷണശീലങ്ങളിൽ നിന്നുമുള്ള ഒരു മോചനമായും സാമൂഹികമായ അച്ചടക്കമായും സ്വയം നിയന്ത്രണവും മാനസിക വ്യക്തതയും വർദ്ധിപ്പിക്കാനുള്ള വഴിയായും ഉപവാസം നിലനിന്നിരുന്നു. പണ്ടുകാലങ്ങളിൽ ഭക്ഷണങ്ങൾക്കിടയിൽ സ്വാഭാവികമായ ഇടവേളകൾ പതിവായിരുന്നു. എന്നാൽ ഇന്നത്തെ ഭക്ഷണ ലഭ്യത ഈ ഇടവേളകളെ കുറച്ചു. ഇത് പണ്ടുകാലത്ത് അപൂർവമായി മാത്രം കണ്ടിരുന്ന ഉപാപചയ വൈകല്യങ്ങൾ വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ട്. ഈ ചരിത്രത്തെ ഒന്ന് പരിശോധിക്കാതെ പോകുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അതിലൂടെ ഒന്ന് കടന്നു പോകുന്നത്. മനുഷ്യനുണ്ടായ കാലം മുതൽ ഈ ഉപവാസം എന്നുള്ളത് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. ഉപവാസം എന്ന ആ ഒരു പ്രോസസ് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. അതായത് ഭക്ഷണത്തിന്റെ ഇടവേളകൾ നല്ലപോലെ ഉണ്ടായിരുന്ന കാലത്ത് എന്താണോ ഉണ്ടായിരുന്നത്, എന്ത് സ്വാസ്ഥ്യമാണോ ഉണ്ടായിരുന്നത്, പക്ഷെ സ്ഥിരമായിട്ട് ഭക്ഷണം കഴിച്ചു തുടങ്ങിയപ്പോൾ അത് നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ആ പുരാതന മനുഷ്യൻ കണ്ടിരുന്നു, ബോധ്യപ്പെട്ടിരുന്നു. അത് ഭക്ഷണത്തിന്റെ അവൈലബിലിറ്റി കൂടുന്ന സമയത്ത്, ഇപ്പോ ഭക്ഷണം സംഭരിക്കുകയൊക്കെ ചെയ്തിട്ട് അവരുടെ ഗുഹകളിലെല്ലാം ഒത്തുകൂടുന്ന സമയത്ത് അത് അവൈലബിലിറ്റിക്ക് അനുസരിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ കൂടുന്നതായിട്ടും, ഭക്ഷണ ലഭ്യത കുറവായിരിക്കുന്ന സമയത്ത് ശാരീരിക അസ്വസ്ഥത കുറവായിട്ടും അവർ നിരീക്ഷിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഭക്ഷണം കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ ശാരീരിക അസ്വാസ്ഥ്യം കുറയും എന്നുള്ള കാര്യം അവർക്ക് ബോധ്യമായത്. അപ്പോൾ അത് ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗത്ത്, ഭൂമിയുടെ ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗത്ത് ഒരു മനുഷ്യവംശത്തിന് മാത്രം സംഭവിച്ചതല്ല. ഇത് ഏറെക്കുറെ എല്ലാ ഭാഗത്തും ഒരുപോലെ തന്നെയാണ് സംഭവിക്കുക. അങ്ങനെ ഒരു സ്വഭാവം പ്രകൃതിക്കുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അറിയുമായിരിക്കും. അതായത് ഒരു പ്രവർത്തന തത്വം ഭൂമിയുടെ ഒരു ഭാഗത്ത് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ തത്വം തന്നെ ഭൂമിയുടെ മറ്റു ഭാഗങ്ങളിലും അതേ സമയത്ത് തന്നെ അവൈലബിൾ ആയിരിക്കും. നമ്മൾ നൂറാംകുരങ്ങൻ പ്രഭാവം എന്നൊക്കെ പറയുന്ന രീതിയിൽ നമ്മൾ അതിനെ വിശദീകരിക്കാറുണ്ട്. അത് ശാസ്ത്രീയമായിട്ടുള്ള ഒട്ടേറെ കണ്ടെത്തലുകൾ അല്ലെങ്കിൽ തെളിവുകൾ എന്നുണ്ട് താൻ. അപ്പോ ഈ പുരാതന നാഗരികതകൾ ഉണ്ടായ കാലം മുതൽ തന്നെ ഈ ഉപവാസം എന്നുള്ളതിന്റെ പ്രാധാന്യം മനസ്സിലാക്കുകയും അതൊരു ശീലമാക്കി മാറ്റുകയും ചെയ്തിരുന്നു. പുരാതന വൈദ്യന്മാര്, പ്രത്യേകിച്ചും ഗ്രീക്കിലൊക്കെ ഉള്ളതിനൊക്കെ റെക്കോർഡുകൾ ഉണ്ട്. ആയുർവേദത്തിലും നമ്മുടെ പാരമ്പര്യ വൈദ്യങ്ങളിലും എല്ലാം തന്നെ ഉപവാസം എന്നുള്ളത് രോഗികൾക്ക് നിർദ്ദേശിച്ചിരുന്നു. ഭക്ഷണം കഴിക്കരുത്, അല്ലെങ്കിൽ ഭക്ഷണം വളരെ ലഘുവായ ഭക്ഷണം കഴിച്ചാൽ മതി എന്നൊക്കെ പറയുന്നത് ഇന്നും അവൈലബിൾ ആണ്. ഭക്ഷണം കഴിക്കണ്ട എന്നുള്ളത് തന്നെ കൃത്യമായിട്ട് നിർദ്ദേശിച്ചിരുന്നു. അപ്പോ ഈ പനിയുടെ സമയത്തൊക്കെ വിശപ്പില്ലാതാകുന്നത് ശരീരത്തിന്റെ സ്വാഭാവികമായ ഒരു പ്രതിരോധ മാർഗമായിട്ട് പഴയകാല വൈദ്യശാസ്ത്രം കണ്ടിരുന്നു. ഇപ്പോഴാണ് ഈ അസുഖം വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിന് യുക്തമാകുന്ന രീതിയിൽ ഭക്ഷണം ഫീഡ് ചെയ്യണമെന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്കൊക്കെ എത്തിയത്. അത് ശാസ്ത്രീയം എന്ന് വിളിക്കപ്പെടുന്നുണ്ടെങ്കിലും അത് 100% അശാസ്ത്രീയമാണെന്ന് അവർക്ക് തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും ഓട്ടോഫഗിയുടെ കണ്ടെത്തലിന് ശേഷം അത് ബോധ്യം വന്നിട്ടുണ്ട്. ഈ പുരാതന മതങ്ങള്, പുരാതന ഗോത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, അവിടെ എല്ലാം തന്നെ അച്ചടക്കം എന്നുള്ളത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഉപവാസം എന്നുള്ളത് പ്രാക്ടീസ് ചെയ്തിരുന്നു. ഹിന്ദുക്കളുടെ ഇടയിലുണ്ട്, ബുദ്ധമതക്കാർക്കിടയിലുണ്ട്, ക്രിസ്ത്യൻ മതത്തിന്റെ ഇടയിലുണ്ട്, ഇസ്ലാം മതത്തിന്റെ ഇടയിലുണ്ട്, അല്ലെ? നോമ്പുകള്, വ്രതങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ടത്. അപ്പോ അത് ഇപ്പോഴത്തെ രസകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ ഡേ ടൈം ഫാസ്റ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു നോമ്പ് കാലത്ത്
നോമ്പെടുക്കുന്ന ആളുകൾ രാവിലെയും വൈകിട്ടും വയറ് നിറച്ചും ഭക്ഷണം കഴിച്ച് വറുത്തതും പൊരിച്ചതൊക്കെ ആയിട്ട് കഴിച്ചു കഴിയുമ്പോൾ ഇതിന്റെ ഫലം കിട്ടാതെ പോകുന്നു. ഈ ഒരിക്കൽ എന്ന് പറയുന്ന ഒരു രീതിയുണ്ട് ഹിന്ദുക്കൾക്കിടയിൽ. ആ ഒരിക്കൽ എന്നുള്ള ആ ഒരു രീതിയിൽ അരിഭക്ഷണം ഒഴിവാക്കുക, ഗോതമ്പിന്റെ ഭക്ഷണം കഴിക്കാമെന്ന് പറയുന്ന രീതിയിലേക്ക് മാറിപ്പോയിട്ടുണ്ട്. ഇതെന്താണ് വ്യത്യാസം എന്നുള്ളത് ആ ശീലത്തിന്റെ കാര്യത്തിൽ മാത്രമേ നമുക്ക് കണ്ടെത്താൻ കഴിയുകയുള്ളൂ. അപ്പൊ ഇതെല്ലാം തന്നെ ഉണ്ടാക്കിയുള്ളത് അച്ചടക്കത്തിലേക്ക്, നമ്മൾ ഒരു ക്രമബദ്ധമായ രീതിയിലേക്ക് പോകുവാൻ വേണ്ടിയാണ്. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് മനസ്സിനുണ്ടാകുന്ന സഹിഷ്ണുതയുടെയും എന്താ പറയുക നിഷ്ഠയുടെയും ഒക്കെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നതിന് ആചാര്യന്മാർ പ്രതീക്ഷിച്ചിരുന്നു. അപ്പോൾ അതിൽ നിന്നും മനഃശുദ്ധി ഉണ്ടാകുന്നതും ശരീര ശുദ്ധീകരണം ഉണ്ടാകുന്നതിനും ആയിട്ട് ഉപവാസത്തെ അവരെല്ലാം വിലമതിച്ചിരുന്നു. ഈ മതം എന്നുള്ളതിനപ്പുറത്തേക്ക് അമിതമായ ഭക്ഷണ ശീലമുണ്ടല്ലോ, അതിൽ നിന്നുള്ള ഒരു മോചനമായിട്ട് സാമൂഹ്യമായിട്ടുള്ള ഒരു ഒഴുക്കം അല്ലെങ്കിൽ അച്ചടക്കമായിട്ട് സ്വയം നിയന്ത്രണത്തിന്റെ ഭാഗമായിട്ട് മാനസിക വ്യക്തത വർദ്ധിപ്പിക്കാൻ വേണ്ടി ആയിട്ട് ഒക്കെ ഉപവാസം നിലനിരുന്നു. ഈ മാർഷ്യൽ ആർട്ടുകളിൽ പലതരം പ്രാക്ടീസുകളിൽ സാധനകളിലൊക്കെ തന്നെ ഉപവാസം എന്നുള്ളത് നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് പൂർവ്വകാലത്ത്. ഇതിന്റെ പ്രധാന കാരണമായിട്ട് വന്നത് എന്താന്ന് വെച്ചാല് ഈ ഭക്ഷണത്തിന്റെ ഇടയിലുള്ള ഇടവേളകൾ നല്ലപോലെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ആ ഇടവേളകളിൽ ശരീരം സൗഖ്യത്തിലാകുന്നത് പൂർവ്വ മനുഷ്യൻ കണ്ടെത്തിയതിന്റെ തുടർച്ചയാണത്. പക്ഷെ ഈ ആധുനിക കാലത്ത് ഭക്ഷണത്തിന്റെ അവൈലബിലിറ്റി ഭയങ്കരമായിട്ട് കൂടി. ഇപ്പോ ഒരു കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ മധ്യകാലഘട്ടത്തിലൊക്കെ നമ്മുടെ കേരളത്തിലൊക്കെ തന്നെ ഫുഡിന്റെ അവൈലബിലിറ്റി വളരെ കുറവായിരുന്നു. അതിന് കാരണം എന്ന് വെച്ചാൽ ഫുഡ് റിസോഴ്സസ് ഇല്ലാതെയല്ല, അത് വിതരണക്രമത്തിലുള്ള പ്രശ്നമാണ്. യുദ്ധത്തിന് വേണ്ടിയൊക്കെ ഇതിനെ വഴിതിരിച്ചു വിടുകയൊക്കെ ചെയ്തതിന്റെ പ്രശ്നമാണ്. പക്ഷെ ഫുഡ് അവൈലബിലിറ്റി കുറവായിരുന്നത് കൊണ്ട് തന്നെ അന്ന് രോഗങ്ങളുടെ അവസ്ഥയും കുറവായിരുന്നു. ഇപ്പോ ആധുനിക കാലത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എവിടെ നോക്കിയാലും ഭക്ഷണമാണ്, ഭക്ഷണശാലകളുടെ തിരുവൂരമാണ്. ഏത് കടയിലേക്ക് പോയി കഴിഞ്ഞാലും ഇഷ്ടം പോലെ വിഭവങ്ങളാണ്. അപ്പൊ ഇത്രയേറെ വിഭവങ്ങൾ ചുറ്റുപാടുമുള്ളപ്പോൾ ഭക്ഷണത്തിന്റെ അവൈലബിലിറ്റി ഏത് സമയത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ, അതുപോലെ തന്നെ 24 മണിക്കൂർ റെസ്റ്റോറന്റുകളൊക്കെ നാട്ടിൽ നിറഞ്ഞിരിക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കാനുള്ള ഒരു സാധ്യത മനുഷ്യരിലേക്ക് എത്തുന്നില്ല. അപ്പൊ അങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ ഉപവാസം എന്നുള്ള ഒരവസ്ഥ സ്വാഭാവിക ജീവിതത്തിൽ ഉപവാസം എന്താണോ പ്രദാനം ചെയ്യുന്നത് അത് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ബോധപൂർവമായിട്ടുള്ള ഒരു ഉപവാസം എന്നുള്ളത് നമ്മൾ എടുക്കേണ്ട ഒരവസ്ഥ ഇപ്പൊ വന്നെത്തിയിട്ടുണ്ട്. എന്താണെങ്കിലും ഈ ഉപവാസം എന്ന് പറയുന്നത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഒരു പരിപാടിയോ പുതിയൊരു കാര്യമോ അല്ല. അത് മനുഷ്യകുലം ഉണ്ടായി, മനുഷ്യ സംസ്കാരം ഉണ്ടായ കാലം മുതൽ തന്നെ ഇവിടെ നിലവിലുണ്ടായിട്ടുള്ള ഒന്നാണ്. അത് പൂർവ്വ ആചാര്യന്മാരും പൂർവ്വ ശാസ്ത്രങ്ങളും എല്ലാം തന്നെ അതിനെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പുതിയൊരു രീതിയിലുള്ള ഒരു കാര്യമായിട്ട് എടുക്കാതിരിക്കുക. ഇത് പഴയതാണ്, വളരെ പഴയതാണ്. പഴയ കാലം മുതൽ തന്നെ നമ്മുടെ സംസ്കാരത്തിലൂടെ കടന്നു വന്നതും നമ്മളെ നിലനിർത്തിയതുമായ ഒരു ശീലമാണ്. അപ്പോൾ ഉപവാസം എന്നുള്ളത് എങ്ങനെ ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചുള്ള പാഠങ്ങൾ തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് പഠിക്കാം. ഇപ്പൊ ചരിത്രപരമായി ഒരു പശ്ചാത്തലം ഇതിനുണ്ടെന്നുള്ള ബോധ്യത്തോടു കൂടി നമുക്ക് അവയിലേക്ക് കയറാം. അതുവരേക്കും നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.